ഉഷാറോടുകൂടി വരേണ്ടതാണ്. ഇപ്പൊ കിട്ടുക ഇവിടെ വരാൻ ഈ മലന്റെ ഈ അറഫ മലന്റെ റഹ്മിന്റെ താഴെ പെരുന്നാൾ ദിവസം സുബിഹി വരെ ഉദിക്കുന്നത് വരെ ഉള്ള സമയത്ത് ഇവിടെ നിൽക്കുക എന്നുള്ളത്, നിന്നാലും ഇരുന്നാലും കിടന്നാലും ഉറങ്ങിയാലും നടന്നാലും ഇവിടെ സന്നിഹിതനാകുന്നവനാണ് ഹാജി എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം തൊഴിലാളിയും മുതലാളിയും സമ്പന്നനും ഭരണാധികാരിയും പ്രജകളും എല്ലാവരും ഒരേ വേഷം, ഒരേ ദിക്ർ, എല്ലാവർക്കും ഒരേ ചിന്ത. ഇത്രത്തോളം മുസ്ലിം ലോകം ഐക്യപ്പെടുന്നത് കാണുമ്പോൾ പിശാച് അന്ന് തലയിൽ മണ്ണ് വാരിയിടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫയ്ക്ക് നിശ്ചിത സ്ഥലമുണ്ട്, ഏരിയ ഉണ്ട്, ബോർഡർ ഉണ്ട്. ആ ബോർഡർ ഈ അറഫ ജബലുർ റഹ്മയുടെ മുകളിൽ കയറിയാൽ കാണാം, മഞ്ഞ ബോർഡ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിന്നാൽ മാത്രമേ അറഫയിൽ നിന്നവനാവുകയുള്ളൂ. അത് രോഗികളാണെങ്കിൽ പോലും, ഗർഭിണികളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രസവിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ പോലും ഇവിടെ അന്ന് ഉണ്ടായാൽ ഹാജിയായി. കുഞ്ഞുങ്ങളാകുമ്പോൾ വലിയ ഇഹ്റാം ചെയ്തതിൻ്റെ ശേഷമായിരിക്കണമെന്ന് മാത്രം നിബന്ധനകളുണ്ട്. അന്ന് ജബലുർ റഹ്മയിൽ കയറൽ സുന്നത്താണ്. ജബലുർ റഹ്മയാണ് ഈ കാണുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം തിരുനബി ഹിജറയുടെ ശേഷം ചെയ്ത ഒരേ ഒരു ഹജ്ജ് ഹജ്ജത്തുൽ വദാ. അവിടുത്തെ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇ വിടവാങ്ങൽ പ്രസംഗം നടത്തി. വിടവാങ്ങൽ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് വന്നേക്കാം. ഈ ദിവസത്തിന്, ഈ സ്ഥലത്തിന് അല്ലാഹു തആല എത്രമാത്രം ബഹുമാനം കൽപ്പിച്ചിട്ടുണ്ടോ അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരുടെയും ശരീരത്തിന്, രക്തത്തിന്, സമ്പത്തിന് വിലയുണ്ട്. ഒരാളും മറ്റൊരാളുടെ മുതൽ പിടിച്ചെടുക്കരുത്, ഒരാളും മറ്റൊരാളെ വധിക്കരുത്, അന്യായമായി കൊലപ്പെടുത്തരുത്, മറ്റൊരുത്തൻ്റെ സമ്പത്തെടുക്കരുത്, അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. ഇങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യന് വേണ്ട അവകാശങ്ങളെല്ലാം പ്രഖ്യാപിച്ച മഹാസമ്മേളനം നടന്നത് ഹജ്ജത്തുൽ വദായിലാണ്. അവിടെ വെച്ചാണ് നബി തങ്ങൾ ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഇത് കേട്ടത് എൻ്റെ സംസാരം കേൾക്കാൻ 100 ആൾക്ക് തന്നെ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രഭാഷണം ലക്ഷക്കണക്കിന് സ്വഹാബികൾ അവിടുത്തെ ശബ്ദം ശ്രവിച്ചു. ഇവിടെ ഹാജരുള്ളവർ ഇല്ലാത്തവർക്ക് ഈ വിവരം എത്തിച്ചു കൊടുക്കട്ടെ. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും, വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും പഠിക്കാനുള്ളൊരു മഹത്തായ സന്ദേശം അത് ഹജ്ജത്തുൽ വദായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഈ ജബലുർ റഹ്മയുടെ അടിവാരത്ത്, താഴ്വാരത്ത് ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിന് അരികിൽ വെച്ചാണ് തിരുനബി ഈ പ്രഭാഷണം നടത്തിയത് എന്ന് ചരിത്രത്തിൽ കാണാം. അവിടെ നിൽക്കലൊക്കെ സുന്നത്താണ്. അവിടെ നിൽക്കാൻ പോയിട്ട് നമ്മൾ ഈ ജബലുർ റഹ്മനെ അന്ന് കാണൂല. കാരണം ഇതിവിടെയൊക്കെ നിറച്ചു ആളേക്കാരം, നമ്മുടെ ഏരിയ വേറൊരു ഭാഗത്തായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് കാണാം, ജബലുർ റഹ്മ എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അറഫ ഏതാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ പരിചയത്തിലുണ്ട് അറഫ ഏതാന്ന് അറിയാതെ അറഫ ദിവസം വന്ന് തിരിച്ചു പോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് അറഫ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ് അറഫ. നമ്മൾ കുറേ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലം പറഞ്ഞല്ലോ. എന്തല്ലേ
നമ്മൾ ടെൻഷൻ ആവണ്ട. നമ്മളിപ്പോൾ ഉംറക്കാൻ നേരം പോകുമ്പോൾ കുറേ സമയമാവില്ല, വെയിലാവില്ല, അങ്ങനെ ഒന്നും ടെൻഷൻ ആവണ്ട. അത് നമ്മൾ എല്ലായിടത്തും എത്തിക്കും. അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ഒന്ന് ദ്വാരക്ക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദ് ആമീൻ. എവിടെ ആ തൂണ് ഒരു അടയാളത്തിന് വേണ്ടി മാത്രമാണ്. ഉസ്താദ് الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. آمين. أرحم الراحمين يا الملك الجبار يا രാജ സയ്യിദായ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണം. ആമീൻ. ഞങ്ങളുടെ യാത്രകളെ നീ സ്വീകരിക്കണം. ആമീൻ. ഞങ്ങളിൽ ഒരുപാട് അവശരുണ്ട്, അവർക്കൊക്കെ നല്ല ആരോഗ്യം നൽകണേ റഹ്മാൻ. ആമീൻ. ഹിമ്മത്ത് നൽകണേ റഹ്മാൻ. ആമീൻ. റാഹത്ത് നൽകണേ റഹ്മാൻ. ആമീൻ. മനസ്സിന് സമാധാനം നൽകണേ റഹ്മാൻ. ആമീൻ. കുളിർമ നൽകണേ റഹ്മാൻ. ആമീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളിലും ഞങ്ങൾക്ക് നീ തുണയാകണേ. ആമീൻ. നീ തുണയാകണേ. ആമീൻ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വർദ്ധിപ്പിക്കണേ. ആമീൻ. ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായ സ്വഹീഹായ രൂപത്തിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തുണയാകണേ റഹ്മാൻ. ആമീൻ. പിശാചിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാൻ. ആമീൻ. ശൈത്താന്റെ കെണിവലകളിൽ നിന്ന് കാക്കണേ റഹ്മാൻ. ഞങ്ങളിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട്, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാൻ. ആമീൻ. നിന്റെ മുത്തുനബി പഠിപ്പിച്ച ഈ അറഫ മൈതാനം, ഇവിടെ ദുആക്ക് ഇജാബത്തുണ്ടെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. ഞങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നീ ഖബൂലാക്കണേ. ആമീൻ. ഞങ്ങളുടെ ദുആകളെല്ലാം നീ സ്വീകരിക്കണേ. ആമീൻ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ. ആമീൻ. ജബലുർ റഹ്മ, റഹ്മത്തിന്റെ പർവ്വതത്തിന്റെ ചുവട്ടിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ. ആമീൻ. കാരുണ്യം ചൊരിയണേ. ആമീൻ. ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ. ആമീൻ. റാഹത്ത് നൽകണേ. ആമീൻ. ഞങ്ങളുടെ മനസ്സ് നീ ശുദ്ധിയാക്കണേ. ആമീൻ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ. ആമീൻ. റാഹത്തും സലാമത്തും നൽകണേ. ആമീൻ. ഒരു അപകടത്തിലും ഞങ്ങളെ നീ പെടുത്തല്ല. ആമീൻ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ആമീൻ. ഞങ്ങളോട് പല ആളുകളും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണേ. ആമീൻ. برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അന്ന് പറഞ്ഞ ബസ് മാറി പോകണ്ട കേട്ടോ. അവരവർ കയറിയ ബസ്സിൽ തന്നെ അവരവർ ഇരിക്കട്ടോ. ഫാക്ടറികള് മഞ്ഞ ബോർഡ് നമ്മൾ വരുമ്പോ ബസ്സിൽ വരുമ്പോ അറഫ സ്റ്റാർട്ട്സ് ഹിയർ എന്ന് പറഞ്ഞ മഞ്ഞ ബോർഡ് കാണാം. അത് അങ്ങനത്തെ മുകളിൽ കയറിയാലാണ് നമ്മൾ നടന്നു പോകുമ്പോൾ കാണാം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബസ്സിലും പറഞ്ഞില്ലേ പോലെ ബാബാ ആരും